നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ പാസാക്കിയതിനു ശേഷമുള്ള ആദ്യ ലോക്സഭ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വനിതാ എംപിമാരുടെ എണ്ണം കൂടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ 2019 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വനിതാ എംപിമാരുടെ എണ്ണം കുറയുകയാണ് ഉണ്ടായത്. ഇത്തവണ പാർലമെന്റിൽ 543 എംപിമാരിൽ 74 പേരാണ് വനിതാ എംപിമാരായിട്ടുള്ളത്. 2019 ഇത് 78 ആയിരുന്നു. ലോക്സഭയിലെ 33% വനിതാ സംവരണം പരിഗണിക്കുകയാണെങ്കിൽ ഈ വർഷത്തെ 74 വനിതാ എംപിമാരുടെ എണ്ണം നോക്കുമ്പോൾ 13.63% മാത്രമാണ് ഉള്ളത്. മാത്രമല്ല, ലോക്സഭയിലെ വനിതാ എംപിമാരുടെ വളർച്ചാ നിരക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മന്ദഗതിയിലുമാണുള്ളത്. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ നിന്നും 11 എംപിമാരെ ഡൽഹിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഡൽഹിയിലെ 7 എംപിമാരിൽ 2 പേർ വനിതകളാണ്. മഹാരാഷ്ട്രയിൽ നിന്നും 7 വനിതാ എംപിമാരാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഉത്തർപ്രദേശിലും 7 വനിതാ എംപിമാരുണ്ട്. 5 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ്, സിക്കിം എന്നിവിടങ്ങളിൽ നിന്നും ഒരു വനിതാ എംപിയെ പോലും ഡൽഹിയിലേക്ക് അയക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. ആൻഡമാൻ നിക്കോബാർ, ചണ്ഡീഗഡ്, ലഡാക്ക്, ലക്ഷദ്വീപ്, പുതുച്ചേരി, ജമ്മുകാശ്മീർ തുടങ്ങിയ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും വനിതാ എംപിമാരില്ല. കേരളത്തിൽ നിന്നും ഗോവയിൽ നിന്നു പോലും ഇത്തവണ വനിതാ എംപിമാരായി ആരും തന്നെ ഇല്ല. ഇത്തവണത്തെ 74 വനിതാ എംപിമാരിൽ 43 പേരും ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതേസമയം ലോക്സഭയിലേക്ക് എത്തുന്ന എംപിമാരിൽ വനിതാ എംപിമാരുടെ എണ്ണം ആദ്യമായി പുരുഷ എംപിമാരെക്കാൾ കൂടുതലായിട്ടുണ്ട് ഇത്തവണ. 59% സ്ത്രീകളും 52% പുരുഷന്മാരുമാണ് ആദ്യമായി MP സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. അതേസമയം വനിതാ സംവരണ ബിൽ അവതരിപ്പിച്ചിട്ട് പോലും ഇത്തവണ വനിതാ എംപിമാരുടെ എണ്ണത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ് ഉള്ളത്. ഇത് മോദിക്കേൽക്കുന്ന കനത്ത പ്രഹരം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല.